സംസ്ഥാന സ്കൂൾ കായികമേള എറണാകുളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കപ്പിൽ മുത്തമിടാനുള്ള പോരാട്ടത്തിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുകയാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ മലപ്പുറവും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഹഡിൽസ് എല്ലാം ആണ് ഇന്ന് പ്രധാനമായും മത്സരം. എങ്ങനെയാണ് മത്സരങ്ങളെല്ലാം പുരോഗമിച്ചോ? മത്സരങ്ങൾ ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹഡിൽസിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ജമ്പിംഗ് വീറ്റിൽ മത്സരം ആരംഭിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. താരങ്ങൾ പരിശീലനത്തിലാണ്. സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പ് മത്സരം അല്പസമയത്തിനകം അവസാനിച്ചു. ത്രോയിൻ മത്സരം, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ അടക്കമുള്ള ത്രോയിൻ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളുടെ പവലിയനിൽ എത്തിയിരിക്കുന്നു. നമുക്ക് മന്ത്രിയോട് അല്പസമയം ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മിനിസ്റ്റർ, ഒരു മിനിറ്റ്. നിങ്ങൾ തന്നെ പറ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. മന്ത്രിക്ക് എങ്ങനെ തൃപ്തിയായില്ലേ? എനിക്ക് തൃപ്തിയായി. ആദ്യം ഞങ്ങൾ ഉത്കണ്ഠ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അത് ഏറ്റെടുത്തു. മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥന്മാർ, എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ, എറണാകുളം ജില്ലയിലെ മാധ്യമപ്രവർത്തകർ, എറണാകുളം ജില്ലയിലെ പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ അതൊരു കുറ്റമറ്റതായി കേരള മോഡലായി തന്നെ മാറി. ആദ്യഘട്ടങ്ങളിലെല്ലാം മേളകളിൽ പല പരാതികൾ ആദ്യഘട്ടം മുതലേ ഉയർന്നു വരാറുണ്ട്. പക്ഷെ ഇത്തവണ വലിയ പരാതികളൊന്നും ഒരു പരാതിയില്ല. കാരണം ഞങ്ങളുടെ ഒന്നീ മന്ത്രിയുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടറുണ്ട്. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു 3 ഡസൻ 10-36 വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ക്യാമ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടുത്തെ അധ്യാപക സംഘടനകൾ പങ്കാളിത്തം ഇതെല്ലാം ഉണ്ട്. അപ്പം ഏറ്റവും നന്നായിട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നും നാളെയും കഴിഞ്ഞ് 15-ാം തീയതി സമാപന സമ്മേളനം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ എവർറോളിംഗ് ട്രോഫി കൂടി നൽകുന്ന ഒരു ഒളിമ്പിക്സ് മാതൃകയുള്ള കായികമേള എന്നൊരു പ്രത്യേകത കൂടിയില്ലേ? അതിനെക്കുറിച്ച് കൂടി ഒന്നും അല്ല, അത് ഒളിമ്പിക്സ് മാതൃകയിൽ ട്രോഫി കൊടുക്കുന്നത് സാധാരണ ട്രോഫി കൊടുക്കുന്ന കാര്യം. എവർറോളിംഗ് ട്രോഫി ആദ്യമായിട്ടല്ലേ മുഖ്യമന്ത്രിയുടെ? അതെ, എവർറോൾ ട്രോഫി ആദ്യമായിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇന്നലെ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ സ്കൂൾ മേളകളിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ജേതാക്കളൊന്നും പിന്നീട് ഈ അത്ലറ്റിക്സ് മേഖലയിലോ മറ്റോ നിലനിൽക്കില്ല. സർക്കാർ ആ കാര്യത്തിൽ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നെന്നാണ് മേഴ്സിക്കുട്ടൻ പറഞ്ഞത്. മന്ത്രിയുടെ ശ്രദ്ധയിൽ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. തീർച്ചയായും മന്ത്രി പൂർണ്ണ തൃപ്തനാണ്, അതീവ സന്തോഷത്തിലാണ്. എറണാകുളത്തെ ജനങ്ങൾ ഒന്നടങ്കം, മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ മേളയെ ഏറ്റെടുത്തു. ഈ മേള വലിയ വിജയമാക്കി മാറ്റി. അതിന്റെ സന്തോഷത്തിലാണ് മന്ത്രിയുള്ളത്. അതോടൊപ്പം തന്നെ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ ഇന്നലെ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ സംസ്ഥാന സ്കൂൾ കായികമേളകളിൽ മെഡൽ നേടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 1ാം സ്ഥാനം അടക്കം നേടുന്ന കുട്ടികൾക്ക് പലപ്പോഴും പിന്നീട് അവരെ മുഖ്യധാരയിൽ കാണുന്നില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ആ കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് ഇപ്പോൾ മന്ത്രി നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തു. വളരെ വലിയ ആവേശത്തോടുകൂടി മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാക്ക് ഉണർന്നു കഴിഞ്ഞു. രാവിലെ തന്നെ ട്രാക്ക് ഉണർന്നു കഴിഞ്ഞു. ഹഡിൽസ് മത്സരം, പെൺകുട്ടികളുടെ ഹഡിൽസ് മത്സരമാണ് അവസാനിച്ചത്. അല്പസമയത്തിനകം ആൺകുട്ടികളുടെ ഹഡിൽസ് മത്സരം ആരംഭിക്കും. ലോങ് ജമ്പ് മത്സരം, സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പ് മത്സരം പൂർത്തിയായി. ഇത്തരത്തിൽ വിപുലമായ രൂപത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേള ഇവിടെ പുരോഗമിക്കുന്നു. ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുന്നു. ആവേശം അല തല്ലുകയാണ്. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന സ്കൂൾ കായികമേള അത് വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി, കേരളത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ തന്നെ ഈ കായികമേള വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. മന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഒത്തൊരുമയുടെ ഫലമായി പരാതികളൊന്നുമില്ലാതെ, പരിഭവങ്ങളില്ലാതെ മേള അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. കാളിദാസ്.